47, 48, 49 രാവിലെ തന്നെ എനിക്ക് നഷ്ടമായി. പറ്റിച്ചോണ്ട് പോകുന്നതിന്റെ കാര്യം അതിനകത്തൊന്ന് 13 എടുത്ത് 13 എടുത്തിട്ട് 2 പൈസ വന്നിട്ട് എന്നോട് പറഞ്ഞേ ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിപ്പിച്ച് കാണും. ബാക്കി 11 എടുത്ത് മാറ്റി വെച്ചു പുള്ളി. അതുകൊണ്ട് പോയി രാവിലെ അങ്ങനെ എത്ര രൂപ നഷ്ടം വന്നു അമ്മയ്ക്ക്? അപ്പൊ അന്നേരം അങ്ങനെ 550 രൂപ അങ്ങനെ പോയി. നമ്മൾ ഇങ്ങനെ വണ്ടിയെ പോകുമ്പോഴേ പെട്ടെന്ന് ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് ലോട്ടറി വിൽക്കുക. പക്ഷേ എന്തോ ഒരു പ്രത്യേകത തോന്നി ആ ഇരിപ്പ് കണ്ടപ്പം. കണ്ണ് കാണത്തില്ല എന്നാണ് തോന്നുന്നല്ലേ ഇരിക്കുന്ന കണ്ടിട്ട്. ഒരു കണ്ണടച്ചു പിടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. എന്താണെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ആ ഇരിപ്പ് കണ്ടിട്ട് നമുക്കൊരു ഭയങ്കര വിഷമം തോന്നി കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. മരത്തിന്റെ ചുവട്ടില് അതെ 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 ഇവിടെയാണ്. കണ്ണ് കാണത്തില്ല. നമുക്ക് ആ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാം. അമ്മ ഇത് എന്നത്തെ ലോട്ടറിയാ? ഇന്നത്തെയാണോ? അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല? പറ്റിച്ചോണ്ട് പോകുന്നതിന്റെ കാര്യം എന്തോ പറ്റിച്ചോണ്ട് പോവോ? പിന്നെ രാവിലെ തന്നെ എനിക്ക് നഷ്ടമായി. എന്നാ പറ്റിയേ? രാവിലെയാണ് ഞാൻ വന്ന് വീട്ടിൽ ഓട്ടോയ്ക്ക് ഇറങ്ങി ഇരുന്നതേ ഉള്ളൂ. കച്ചവടം തുടങ്ങി പോലുമില്ല, കൈനീട്ടം പോലും പറ്റില്ല. അന്നേരം ഒരു കളവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു പ്രൈസ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ എന്റെ കഷ്ടകാലത്തിന് പറഞ്ഞു മിനിഞ്ഞാന്ന് 5000 ഉണ്ടായിരുന്നു, 500 ഉണ്ടായിരുന്നു. ഇന്നലെ ബമ്പറിന് 500, 1000 ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ടിക്കറ്റ് ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു. പുള്ളി ടിക്കറ്റ് കൈ മേടിച്ചേച്ച് അതിനകത്തൊന്ന് 13 എടുത്ത് 13 എടുത്തിട്ട് 2 പൈസ വന്നിട്ട് എന്നോട് പറഞ്ഞേ ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിപ്പിച്ച് കാണും. ബാക്കി 11 എടുത്ത് മാറ്റി വെച്ചു പുള്ളി. എന്നിട്ട് അതുകൊണ്ട് പോയി രാവിലെ അങ്ങനെ എത്ര രൂപ നഷ്ടം വന്നു അമ്മയ്ക്ക്? അപ്പൊ അന്നേരം അങ്ങനെ 550 രൂപ അങ്ങനെ പോയി. 550 രൂപ പോയോ? 550 രൂപ പോയി. അപ്പൊ ഞാൻ അന്നേരം മുതലാളി രാവിലെ വന്നപ്പോ മൊത്തം എനിക്ക് 1150 രൂപ കൊടുക്കാനുണ്ട് മുതലാളിക്ക്. ആണോ? അമ്മ ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും അമ്മയ്ക്ക്? ഞാൻ ഇത് കടം എടുത്താ വെക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈശ്വര ഒരു 10-2000 രൂപ കിട്ടുമായിരുന്നു. സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് അടിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. ഇത് കടം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പകുതി ടി സി പോലും തരത്തില്ല. ചുമ്മാ നമ്മൾ വിൽക്കുന്ന കമ്മീഷൻ മാത്രമേ ഉള്ളൂ. 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് അന്നേരം ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് 60 ആണത്തിന് 2610 രൂപയാണ് 60 ടിക്കറ്റിന്. അപ്പൊ അന്നേരം 60 കിട്ടിക്കഴിയുമ്പോ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. നമുക്ക് പിന്നെ അതേ പിടിച്ച് തുടങ്ങിയാൽ മതി. പിന്നെ നമുക്ക് പ്രൈസ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിപ്പം നമ്മളിപ്പോ ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എത്ര രൂപ കിട്ടുന്നേ? ഒരെണ്ണം വെച്ച് ഇപ്പൊ 10 രൂപ വെച്ചാ കമ്മീഷൻ. ഇപ്പൊ 10 രൂപ വെച്ചേ ഓരോ ടിക്കറ്റിനുള്ളൂ. അതെ. അപ്പൊ മുതലാളിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എത്ര കിട്ടും? അങ്ങനെ അപ്പൊ ഞാൻ അന്നേരം ഇപ്പൊ എനിക്ക് ടിക്കറ്റ് ഞാൻ പെൻഡിങ് കിടക്കുന്ന കാരണം പുള്ളി ടിക്കറ്റ് ഇന്ന് നേരത്തെ ടിക്കറ്റ് കൊണ്ടുവന്നതാ. അപ്പൊ കൊണ്ടുവന്നിട്ട് പുള്ളി തിരിച്ചു കൊണ്ടുപോയി. പൈസ തരാതെ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പുള്ളിക്ക് ഞാൻ 2900 രൂപ കൊടുക്കാനുണ്ട് പഴയ കടം. അപ്പൊ പിന്നെ ആ കടം പിന്നെ ഇപ്പം ഈ ടിക്കറ്റിന്റെ പെൻഡിങ് കൂടെ വന്നപ്പോഴത്തേക്കും മൊത്തം 3990 രൂപയുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചേട്ടാ ഇപ്പൊ ഞാൻ കുറച്ച്. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്നത്തെ ടിക്കറ്റിന്റെ കടം തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചേച്ചിയുടെ കയ്യിലുള്ളപ്പോ എനിക്ക് തന്നാ ഞാൻ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞ് ചേട്ടാ അപ്പൊ ഈ ഇത്രയും പെൻഡിങ് പോയപ്പോ ആ ചേട്ടന്റെ മനസ്സ് പോലെ പുള്ളി വേറെ ഞാനൊരു കടയിൽ നിന്ന് എടുത്തോണ്ടിരുന്നേ. അപ്പൊ ആ കടയിൽ 4000 രൂപ കൊടുക്കാനുണ്ടായിരുന്ന കാരണം പറഞ്ഞു അവിടുന്ന് തരത്തില്ലെന്ന് പറഞ്ഞു. ഇനി തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വണ്ടി പ്രശ്നമൊക്കെ വണ്ടി എല്ലാം കൊണ്ടിടുമ്പോ ആൾക്കാരെന്നെ കാണത്തില്ലായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒരുപാട് മിച്ചം. താമസിക്കുന്നത് ഞാൻ ഈ സൈഡ് ആ സൈഡിലാണോ? ഈ സൈഡ് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ അച്ഛനും അമ്മയും ഒഴികെയുള്ള എല്ലാരും ഉണ്ട്. അച്ഛനും അമ്മയും ഒഴികെയുള്ള എല്ലാരും ഉണ്ട് അല്ലേ? ഞങ്ങളിവിടെ വാടകയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് കണ്ണിന് എന്നാ പറ്റിയതാ? അത് ജനിച്ചപ്പോഴേ ഉള്ളതാ. അതെ അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഒരു ഇപ്പൊ 2000 രൂപ കിട്ടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് തുടങ്ങായിരുന്നല്ലേ? പിന്നെ ബാക്കി പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ 610 രൂപയുടെ കാര്യമേ ഉള്ളൂ. അതെ അല്ലേ? 2610 രൂപയാണോ കിട്ടേണ്ടത്? 60 ടിക്കറ്റിന് 2610 രൂപയാ. ആണോ? ഇപ്പൊ അമ്മയുടെ എത്ര ലോട്ടറി ഉണ്ട്? ഇപ്പൊ
അപ്പൊ ഇതിപ്പം എന്റെ കയ്യില് മൊത്തം 10 ടിക്കറ്റേ ഉള്ളു. ഇത് 10 ടിക്കറ്റ് ഉള്ളു. എത്ര രൂപയുടെ ടിക്കറ്റ് ഉണ്ടത്? ഇത് 500 രൂപയുടെ. 500 രൂപയുടെ ഉണ്ടല്ലേ? അമ്മക്ക് ഞാനേ ഒരു ചലഞ്ച് തരട്ടെ. അമ്മക്ക് ഞാൻ കുറച്ച് പൈസ തരാം. ഒരു 30 സെക്കൻഡ് കൊണ്ട് അമ്മ എണ്ണ എടുത്തോളുവോ? അമ്മക്ക് ഞാൻ ഒരു കയ്യിലേക്ക് പൈസ തരുന്നുണ്ട്. പിടിച്ചു നോക്കിയാൽ നോട്ട് എത്രയെന്ന് അറിയാൻ പറ്റുമോ? താമസം വരുമെന്നേ ഉള്ളൂ അല്ലേ? അമ്മക്ക് ഞാൻ ഒരു കെട്ട് ഞാൻ തരുമോ? അമ്മ 30 സെക്കൻഡ് കൊണ്ട് എണ്ണി എടുക്കുവോ? 30 സെക്കൻഡ് സമയം തരാം. അമ്മ എണ്ണി എടുക്കണേ കേട്ടോ. ഞാൻ 100-ന്റെ ഒരു കെട്ട് അമ്മയുടെ കയ്യിലേക്ക് തരുവാ. 30 സെക്കൻഡ് കൊണ്ട് അമ്മ എണ്ണി എടുത്തോണം. അമ്മക്ക് രക്ഷപ്പെടാനുള്ള പൈസ അമ്മ എണ്ണി എടുത്തോണം. അമ്മക്ക് സ്വന്തമായിട്ട് ഒരു അത് തുടങ്ങാനായിട്ടുള്ള പൈസ എണ്ണി എടുത്തോണം കേട്ടോ. 30 സെക്കൻഡ് സമയമുള്ളൂ. ഒരു ചലഞ്ചാ. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാനൊരു മൈക്ക് അമ്മയുടെ ഇവിടെ കുത്തുന്നുണ്ട് കേട്ടോ. വെച്ചോട്ടെ, പൈസ പിടിച്ച്. ഒരു മൈക്ക് അമ്മയുടെ സൗണ്ട് കിട്ടാൻ വേണ്ടി ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. പിന്നെ പുള്ളിയുടെ മനസാക്ഷി അനുസരിച്ച് അവിടെ വരെ പോയിട്ട് പുള്ളി തിരിച്ചു വരും. കാരണം ചേച്ചിക്ക് തരാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാ ഈ ടിക്കറ്റ് ഞാൻ പിടിക്കാം. ഇത് 100-ന്റെ ഒരു കെട്ടാ. 30 സെക്കൻഡ് സമയം തരും അമ്മയ്ക്ക്. അമ്മ എണ്ണി എടുത്തോണം. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ അമ്മ എണ്ണണം, സ്റ്റോപ്പ് എന്ന് പറയുമ്പോ നിർത്തിക്കോണം കേട്ടോ. കേട്ടോ, 30 സെക്കൻഡ് സമയം കേട്ടോ. ഞാൻ തരട്ടെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. എണ്ണിക്കോ, ഓരോന്നെണ്ണണം. ഓരോ നോട്ട് എണ്ണി എടുക്കണേ. ഓരോന്ന് എണ്ണി എടുക്ക്. എടുത്ത് എണ്ണിക്കോ. ഓരോന്ന് എണ്ണി എടുക്കണേ. എണ്ണിക്കോണേ, ഓർത്തോണേ എത്ര എണ്ണുന്നുണ്ടെന്നേ. എത്ര എണ്ണെന്ന് ഓർക്കണേ. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 പെട്ടെന്ന് എണ്ണിക്കോ. 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 വരെ എണ്ണി അല്ലേ? അപ്പൊ ആ പൈസ അമ്മ എടുത്തോ, ഞാൻ എടുത്തു തരാം. ടിക്കറ്റ് പിടിച്ചേ. അതാ ഞാൻ ഊരി എടുത്തു തരാം കേട്ടോ. 50 എണ്ണിയത് കൃത്യമാണോ? എണ്ണം തെറ്റിയിട്ടുണ്ടാവോ? ഞാനത് അതിന്റെ കൂടെ ചേർത്ത് 50 വരെ എണ്ണിട്ട് അങ്ങ് ഒന്നിച്ചു വെച്ചു. അതെ അല്ലേ? എണ്ണം തെറ്റിയിട്ടുണ്ടാവോ? കറക്റ്റ് ആയിരിക്കും എണ്ണം. ഇനി എണ്ണി നോക്കി, എത്ര എണ്ണം എണ്ണി നോക്കി. അമ്മയ്ക്ക് എണ്ണ ഞാൻ എണ്ണി തരണോ? അമ്മ എണ്ണി നോക്കിയാ 50 എണ്ണിയത്. ഒന്ന് എണ്ണി നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49. അയ്യോ, അമ്മ എണ്ണിയത് തെറ്റിപ്പോയല്ലോ. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. ഞാൻ അതിന്റെ കൂടെ അങ്ങ് ചേർത്ത് വെച്ച് ഇങ്ങനെ അതിന്റെ കൂടെ 49 ഉള്ളോ? 50 എണ്ണിട്ട് തെറ്റിപ്പോയല്ലേ? അല്ല, ഞാന് 50 വരെ എണ്ണിട്ട് അതിന്റെ കൂടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് വെച്ചു ഇങ്ങനെ വെച്ചല്ലേ? നോക്കട്ടെ, ഞാൻ എണ്ണി നോക്കാം. അതെ, എത്ര ഉണ്ടെന്നേ. 1 2 3 4 5 6 7 8 9 10 11 50 തന്നെ ഉണ്ടമ്മേ. 50 ഉണ്ട് കേട്ടോ. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന. അതെ. എന്നാലേ
ഈ പൈസ കൊണ്ട് അമ്മയ്ക്ക് തുടങ്ങാൻ പറ്റുമോ സ്വന്തമായിട്ട്? തുടങ്ങാം. സന്തോഷമായോ? സന്തോഷമായി. താങ്ക് യു. ആരാന്നറിയോ? ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല അമ്മയ്ക്ക്. സന്തോഷമായോ? സന്തോഷമായി. അയ്യോ എനിക്ക് ആരാന്നൊന്നും അറിയണ്ട. സാരമില്ല കേട്ടോ, ഒരു മോനായിട്ട് കൂട്ടിയാ മതി. ആരാ? എനിക്കറിയാം. ആരാ? എന്റെ അടുത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടോ? എപ്പോ വന്നിട്ടുണ്ട്? ഇല്ല, വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നത്. ആണോ? അതെ, ഞാൻ ഇതുവഴി ഇപ്പൊ കടന്നു പോയപ്പോ അമ്മേനെ കണ്ടതാ. അപ്പൊ അമ്മയ്ക്ക് ഒരു ചലഞ്ച് തരാൻ ഓർത്തു. ഇവിടെ കുറച്ച് പിള്ളേർ നോക്കി നിൽപ്പുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? ആണോ? അങ്ങോട്ട് ഇവിടെ പഠിക്കുന്നതാണോ നിങ്ങള്? അതെ, ഈ അമ്മേനെ ഇവിടെ കാണാറുണ്ടോ നിങ്ങള്? ഞാൻ ഇവിടെ വർഷങ്ങളോളമായി. അതെ അല്ലേ? ഇവിടെ പിന്നെ എനിക്ക് കട എങ്ങനെയാ വേറെ ഒരാള് ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അമ്മ മൈക്ക് എടുക്കുവാണോ? ഒരു മിനിറ്റ്. ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? കണ്ടിട്ടില്ലല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല. അച്ചായൻ ആർമി ഫാമിലി എന്നാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. ഇടുക്കി ഞാൻ താമസിക്കുന്നത്. ഇടുക്കി എവിടെയാ? കല്ലാറാ? അടിമാലിക്കടുത്ത. ഇവിടെ പഠിക്കുവാണോ? ഓ ശരി. ഓക്കെ. പേരെന്നാ? ഹാഷിം. സ്വാലിഹ്. കൊച്ചെവിടെയാ? ഞാൻ ആലപ്പുഴ. ഞാൻ ട്രിവാൻഡ്രം. കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്നാലും ഇടയ്ക്ക് അമ്മേനെയൊക്കെ സഹായിച്ചു കൊടുക്കാം. അമ്മേ, എന്നാല് ഞങ്ങള് പോവാ കേട്ടോ. ആരാന്ന് ഇതുവരെ അമ്മയ്ക്ക് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ ഇടുക്കിയിലുള്ള ആൾക്കാരാ. എൻ്റെ പേര് ജസ്റ്റിൻ എന്നാ. വൈഫും ഉണ്ട് കൂടുതൽ, അൽഫോൻസ എന്ന വൈഫിന്റെ പേര്. ഞങ്ങൾ ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ തരാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് ചലഞ്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അമ്മ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ അമ്മയ്ക്ക് ഒരു ചലഞ്ച് തരാൻ നോക്കത്തോണ്ട് ഇറങ്ങിയതാ കേട്ടോ. അമ്മയ്ക്ക് ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ ഇത് ഇത്രയും കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പ്രൈസ് കിട്ടുന്നതിനനുസരിച്ച് ബാക്കി കടങ്ങളൊക്കെ തീർക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ കടങ്ങളൊക്കെ തീരട്ടെ, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. സന്തോഷം. ഓക്കെ, എന്നാ ഞങ്ങള് പൊക്കോട്ടെ. ഒരു ടിക്കറ്റ് എനിക്ക് തരുമോ? ഫ്രീ ആയിട്ട് തരുമോ ഒരു ടിക്കറ്റ്? അല്ല, അമ്മ എടുത്തു തന്നേരം ഒരെണ്ണം. അതിന്റെ പൈസയോടെ ഞാനങ്ങ് തരുവാ കേട്ടോ. ഇതിന് എത്ര ഓർണത്തിന്? 50 രൂപ. അത് അമ്മയ്ക്ക് അതുള്ള അമ്മ എണ്ണി എടുത്ത പൈസയാ അത്. അതുകൊണ്ട് അമ്മയുടെ ഇപ്പൊ തന്ന ടിക്കറ്റിന്റെ പൈസ തരുവാ 50 രൂപ കേട്ടോ. അപ്പൊ ആരെയും ഇനി പറ്റിക്കപ്പെടാതൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ ആർക്കും കൊടുത്തേക്കല്ലേ. എണ്ണി കൊടുത്തിട്ട് തിരിച്ച് എണ്ണി മേടിക്കണം. സത്യസന്ധതയോട് കൂടിയാ വന്ന് വാങ്ങുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ തന്നു പോകും. ഈ പൈസ മുതലാളിക്കൊന്നും കൊണ്ട് കൊടുത്തേക്കല്ലേ കേട്ടോ. ഇത് അമ്മയ്ക്ക് തന്ന പൈസയാണ് കേട്ടോ. കേട്ടോ, ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ജീവിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം കേട്ടോ, രക്ഷപ്പെടാനുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കണം, മക്കളോടൊക്കെ കേട്ടോ. അല്ല, ഓക്കെ, വീട്ടിലുള്ളവരോടൊക്കെ പറയണം കേട്ടോ. ഞങ്ങളുടെ ചാനലിന്റെ പേര് അച്ചായൻ ആർമി ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. അച്ചായൻ ആർമി ഫാമിലി യൂട്യൂബ് ചാനലിന്റെ പേര് കേട്ടോ. ഫാമിലി. മറക്കുകയല്ലോ. ഓക്കെ, എന്നാ ഞങ്ങള് പോവാ കേട്ടോ. രണ്ടുപേർ. ഓക്കെ, അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി കേട്ടോ. പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾക്ക് വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, പോവാട്ടോ. ബൈ, കാണാം കേട്ടോ. നമ്മള് തുടക്കം നല്ലൊരു ദിവസമാണ്. അപ്പോ നിങ്ങൾ യൂട്യൂബില് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യണം. നമുക്ക് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഫോളോ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അമ്മ എന്നാ പോവാട്ടോ. അമ്മയുടെ പേരെന്നാ പറഞ്ഞില്ലല്ലോ? റോസ്മേരി. ഓക്കെ, പോവാട്ടോ. ഇനി വരുമ്പോ കാണാം. എന്റെ പേര് അറിയാമോ? മറന്നുപോയോ? ജസ്റ്റിൻ അൽഫോൻസ. അൽഫോൻസാമേനെ ഓർത്താ മതി. അപ്പൊ അൽഫോൻസ അതെ അല്ലേ? അതെ അല്ലേ? പൈസ നഷ്ടപ്പെടുത്തരുത്, സൂക്ഷിച്ചു വെക്കണം കേട്ടോ. സൂക്ഷിച്ചോണം കേട്ടോ. ബാഗൊക്കെ അവിടെ വെച്ച് ആരെങ്കിലും പുറകിക്കണമെന്ന് എടുക്കുവോ?
ഇന്നാള് ഞാനൊരു ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. ആ ഫോൺ ഇവിടെ വെച്ചേച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഫോൺ തപ്പിട്ട് കാണുന്നില്ല. പിന്നെ നല്ല മനുഷ്യനെ ഇവിടെ ഈ കട ഇപ്പൊ കൂട്ടിയിരിക്കുന്ന ജാസിന്റെ ഒക്കെ ആയിട്ട് കൂടാ. ആ കടയിലെ ഒരു ചേട്ടന്റെ അടുത്താണ് അപ്പുറത്തൊക്കെ ചായക്കടയെ കൊണ്ട് കൊടുത്തത്. ഞാൻ പിറ്റേ ദിവസം നേരം വെളുത്ത് ഇവിടെ വന്നത് തപ്പിയപ്പോ എന്നോട് ചോദിച്ചു, എന്നാ ചേച്ചി നോക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ കണ്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ അതെങ്ങനെ ചേച്ചി തപ്പണ്ട, ചേച്ചിയുടെ ഒരു സാധനം ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അമ്മക്ക് ഫോണൊക്കെ ഉണ്ടല്ലേ? എന്നാല് ഞങ്ങള് പൊക്കോട്ടെ. ഓക്കെ. ഇനി ഞങ്ങൾ വരുമ്പം സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങിക്കോണം കേട്ടോ. അന്ന് ഞാൻ വരും ലോട്ടറി എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ എന്നാ പോവാട്ടോ. ഓക്കെ എന്നാ. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് കുടമാളൂർ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ അമ്മേനെ നമ്മൾ കണ്ടത്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ അമ്മ ഇരിക്കുന്നത്. കണ്ണ് കാണാൻ മേലാത്തൊരു അമ്മയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആരാണ്ട് വന്ന് 13 ടിക്കറ്റ് എടുത്തിട്ട് 10 ടിക്കറ്റ് പറ്റിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. 10-11 ടിക്കറ്റ് പറ്റിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കൃത്യസമയത്താണ് നമ്മൾ വന്നത്. ദൈവാനുഗ്രഹം എന്നല്ലാതെ എന്താ പറയുക, നമ്മളും പള്ളി കഴിഞ്ഞ് ഇറങ്ങി വന്ന വഴി ദൈവം കാണിച്ചു തന്നതാണ് അമ്മയെ സഹായിക്കാനായിട്ട്. ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോയതാണ്. കടന്നു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതിലെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാതിക്കൽ നിന്ന് കുടമാളൂർ പോകുന്ന വഴിക്ക് കോട്ടയത്ത് നിന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ, അതായത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. HPയുടെ പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് അമ്മ ഇരിപ്പുണ്ട്. പറ്റുന്നവരൊക്കെ സഹായിക്കുക കേട്ടോ, ടിക്കറ്റ് എടുത്ത് സഹായിക്കുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. മൈക്ക് കൊണ്ട് കൊടുക്കുക.